ഇനി എന്ത് ചെയ്യാനാ മോളുടെ പരിപാടി? എന്തായാലും നിയമപരമായി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് ഈ കാര്യത്തിൽ അയാളുടെ പങ്ക് കോടതിയിൽ തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ ഗോപാലിനെ പോലുള്ളവർ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത്. അയാൾ ഈ നാടിനെ തന്നെ കുട്ടിച്ചോറാക്കും. അയാളെ എങ്ങനെയെങ്കിലും തടുക്കണം. അതൊക്കെ നമ്മൾ കുട്ടിയെ കൂടോ മോളെ? നമ്മളെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. പക്ഷെ നമ്മളെ സഹായിക്കാൻ ചിലരുണ്ട്. അവര് ഗോപാലിന് മറക്കാത്തൊരു പണി കൊടുക്കാൻ നമ്മുടെ കൂടെ നിൽക്കും. അതാരാ? അയാളുടെ പാർട്ടിയിൽ തന്നെയുള്ള സത്യസന്ധരായ നേതാക്കൾ. ഗോപാലിനെ പോലൊരു കാട്ടുകള്ളൻ അവരുടെ പാർട്ടിയിൽ കയറരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടാവും. നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളെല്ലാം അവരുമായിട്ടൊന്ന് പങ്കുവച്ചാൽ മതി. ബാക്കി അവർ നോക്കിക്കൊള്ളും. അച്ഛൻ നല്ല ടെൻഷനിലാണല്ലോ. എന്തു പറ്റി? പാർട്ടി പ്രസിഡന്റ് അടിയന്തരമായിട്ടൊരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തായാലും എന്റെ വിഷയം മാധ്യമങ്ങളിൽ ചർച്ചയാവും. പ്ലീസ്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പോരെ? ഒരു സ്ത്രീയെ മർദ്ദിച്ച ഗോപാൽജിയെ പോലൊരു വ്യക്തിയെ പാർട്ടി സംരക്ഷിക്കുന്നത് ശരിയാണോ? ഗോപാൽജിക്ക് പാർട്ടി ഒരു തരത്തിലുള്ള സംരക്ഷണവും ഒരുക്കിയിട്ടില്ല. ഈ വാർത്ത വന്ന ഉടനെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരുന്നു. ഞങ്ങൾ നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിനാണ് ആഗ്രഹിക്കുന്നത് എന്നതിന്റെ തെളിവല്ലേ അത്? ഈ സസ്പെൻഷനൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം നേതാവേ. കുറച്ചു ദിവസം കഴിഞ്ഞ് ഇയാള് തന്നെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കയറി വരുന്നത് ഈ നാട്ടുകാർ കാണേണ്ടി വരും. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നതിൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം പല രാഷ്ട്രീയക്കാരും ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ തിരിച്ച് പാർട്ടിയുടെ തലപ്പത്തേക്ക് വന്നിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ നടക്കില്ല. കാരണം പാർട്ടി നല്ല വ്യക്തമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഗോപാൽജിക്കെതിരെ നല്ല ശക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. ആ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന് മാത്രമല്ല, അവര് കേസിൽ നിന്ന് പിന്മാറാൻ അയാൾ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിട്ടും പിന്മാറാതെ പിടിച്ചു നിന്ന ആ ധീരയായ പെൺകുട്ടിയെ അയാൾ ഒരു ഓൺലൈൻ മീഡിയ വഴി മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഇതിനൊക്കെ ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ഇതൊക്കെ കോടതി തെളിഞ്ഞു വരുമ്പോഴേക്കും വർഷങ്ങളാവില്ലേ നേതാവേ? അപ്പോഴേക്കും ഈ ഗോപാൽജി ഒരു മന്ത്രിയെങ്കിലും ആവില്ലേ? അങ്ങനെ സ്ത്രീകളുടെ മാനത്തെ വെച്ച് കളിക്കുന്നവരെ നേതാക്കന്മാരാക്കേണ്ട ഗതികേടൊന്നും ഈ പാർട്ടിക്ക് ഇല്ല മോനെ. ഇത് ഹൈക്കമാൻഡിന്റെ ഉത്തരവാണ്. ഗോപാൽജിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ പേര് പറഞ്ഞ് ഇയാൾ ഒരാളുടെയും അടുത്ത് ചെല്ലരുത്. ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾക്ക് പാർക്കാനുള്ള സ്ഥലമല്ല ഞങ്ങളുടെ പാർട്ടി. ഇനി എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് പാർട്ടിയിൽ നല്ലൊരു സ്ഥാനത്തേക്ക് എനിക്ക് കയറാൻ അവസരം കിട്ടിയത്. ഇപ്പോൾ പീക്കിരി പെണ്ണ് കാരണം അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. അവളെ ഞാൻ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. നിനക്കിനി ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. നാളെ മുതൽ വീണ്ടും കോളേജിലേക്ക് ധൈര്യമായിട്ട് പോണം. നിന്നെക്കുറിച്ച് തെറ്റായ വാർത്തകൾ കൊടുത്ത എല്ലാ ഓൺലൈൻ സൈറ്റുകളും തിരുത്തൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിന് നിന്നോട് മാപ്പും ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാ മോളെ. അവന്മാരെയൊക്കെ നേരത്തെ നിർത്തി വെടിവെച്ച് കൊല്ലുക വേണ്ടേ.
ഒരു പെൺകുട്ടിയുടെ ഭാവി വെച്ചല്ലേ അവന്മാര് കളിച്ചത്? അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഗോപാലനല്ലേ. അയാൾ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടാ പറ്റില്ലെന്ന് പറയാൻ ആരായാലും ഒന്ന് മടിക്കും. അയാൾക്കെതിരെ ഈ വിഷയത്തിൽ നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിന് പുറകെ കളിച്ചത് അയാളെന്ന് നമ്മളിൽ തെളിവൊന്നുമില്ലല്ലോ. പക്ഷേ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പണിയാ നമ്മൾ കൊടുത്തത്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? പാർട്ടി തന്നെ അയാളെ കൈവിട്ടതുകൊണ്ട് തെറ്റ് അയാളുടെ ഭാഗത്താണെന്ന് എല്ലാവരും വിശ്വസിക്കും. ഇനി എന്തായാലും അയാൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റില്ല. നന്നായി. ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാര് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നോണ്ടാ നമ്മുടെ നാട് നന്നാവാത്തെ. താങ്ക്സ് ചേച്ചി. ഈ പ്രശ്നം ഇത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതിനൊക്കെ എന്തിനാ മോളെ നീ എന്നോട് നന്ദി പറയുന്നേ? ഇതെന്റെ ഉത്തരവാദിത്വമല്ലേ? അതല്ല ചേച്ചി, അച്ഛന് പോലും ഇത്രയും നന്നായിട്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ജീവിതത്തിൽ അമ്മയുടെ മാത്രമല്ല അച്ഛന്റെ സ്ഥാനത്തും ഇപ്പൊ ചേച്ചി തന്നെയാ. എന്താ ഇത്? പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടും നിങ്ങളോട് സെന്റി അടിച്ചിരിക്കുകയാണോ? ആ എന്താണാവോ ഈ വഴിക്കൊക്കെ? ഗോപാലിന്റെ പാർട്ടിയിലെ സ്ഥാനം നഷ്ടപ്പെട്ടതിന് ദേഷ്യം തീർക്കാൻ വന്നാണോ? നിനക്കിപ്പോഴും എന്നോടുള്ള പിണക്കം തീർന്നില്ലേ മുകുന്ദ? തെറ്റായ വാർത്ത കൊടുത്ത ഓൺലൈൻ മീഡിയക്കാര് അവരുടെ തെറ്റ് സമ്മതിച്ചില്ലേ? നീയല്ലേ കേസ് അന്വേഷിച്ചത്? എനിക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുന്നത്? അതിന്റെ കാരണം നിനക്കറിയില്ലേ? ഇവൾക്കെതിരെ ഈ വൃത്തികെട്ട കളി കളിച്ചത് നിന്റെ ഗോപാലനാ. അദ്ദേഹത്തിന് ഇതിൽ ഒരു പങ്കുമില്ല. ഇങ്ങനെയുള്ള ഓരോ കഥകൾ കാരണം ഇപ്പൊ ഗോപാൽജിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയായി. ഇനിയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളൊന്ന് മതിയാക്ക്. ഗോപാലിന് ഇതിൽ ഒരു പങ്കുമില്ലെന്ന് ഗിരിയൻ എങ്ങനെയാ വിശ്വസിക്കാൻ പറ്റുന്നത്? ഇവൾക്കെതിരെ വേറെ ആരാ ഈ വാർത്ത ഇറക്കുക? അഭിയായിക്കൂടെ? അവന് മഹിമയോടെ പകയുണ്ടെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ?